തന്നെ മറ്റൊരു സംഭവത്തിലേക്ക് പോകുമ്പോൾ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വയോധികനെ മക്കൾ ചേർന്ന് സമാധിയിരുത്തിയ സംഭവത്തിൽ അട്ടിമുട്ടി ദുരൂഹത. മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താനായി പോലീസ് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. കളക്ടറുടെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി സ്വീകരിക്കും. അതിയന്നൂർ കാവുവിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രത്തിലെ നടത്തിപ്പുകാരനായ ഗോപൻ എന്ന ഗോപൻ സ്വാമിയുടെ മരണത്തിലും തുടർന്നുള്ള സമാധിയിരുത്തലിലും സംശയം പ്രകടിപ്പിച്ച് നാട്ടുകാരും രംഗത്തെത്തിയിരുന്നു. ഗോപൻ സ്വാമി സമാധിയായി എന്ന് എഴുതിയ പോസ്റ്ററുകൾ മക്കൾ പ്രദേശത്ത് പതിച്ചപ്പോഴാണ് അയൽവാസികൾ പോലും ഈ സംഭവം അറിയുന്നത്. ബിബി വിനോദ് ഉണ്ട്. വിനോദ്, അടിമുടി ദുരൂഹത തോന്നും. സ്വാഭാവികമായും നമുക്ക് ആ വാർത്ത കേൾക്കുമ്പോൾ തന്നെ തോന്നും. നാട്ടുകാരുടെ മൊഴിയിലാണോ പോലീസ് ഇത്തരം അന്വേഷണവുമായി പോകുന്നത്? മൃതദേഹം പുറത്തെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. കളക്ടറുടെ ഉത്തരവിന് വേണ്ടി പോലീസ് കാക്കുകയാണ്. അത് കിട്ടുന്ന മുറയ്ക്കായിരിക്കും ഈ സ്ലാബ് മാറ്റി മൃതദേഹം പുറത്തെടുത്തുള്ള പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക. ഈ മരണത്തിൽ നാട്ടുകാരാണ് ദുരൂഹത ഉന്നയിച്ചത്. 78-കാരനാണ് ഗോപൻ സ്വാമി എന്ന ഗോപൻ. അതിയന്നൂർ സ്വദേശിയാണ്. അവരുടെ വീടിനോട് ചേർന്ന് തന്നെ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം, അങ്ങനെ ഒരു അമ്പലം നേരത്തെ തന്നെ ഉള്ളതാണ്. അവിടെ അദ്ദേഹം ഈ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തു പോവുകയായിരുന്നു. ഇദ്ദേഹം സമാധിയായി എന്ന് മക്കൾ പോസ്റ്റർ പതിക്കുമ്പോഴാണ് നാട്ടുകാർ ഈ വിവരം അറിയുന്നത്. അത് തലേ ദിവസം പോലും ഇദ്ദേഹത്തെ കണ്ട ആളുകളുണ്ട്. ഇദ്ദേഹം നടന്നു പോകുന്നത് കണ്ട ആളുകളുണ്ട്. തൊട്ടടുത്ത ദിവസം സമാധിയാവുകയും അത് നാട്ടുകാരെ അറിയിക്കാതെ അങ്ങനെ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഈ ഭാഗത്ത് അവിടെ അദ്ദേഹത്തെ ഇരുത്തി സ്ലാബ് ഇട്ട് മൂടുകയായിരുന്നു. ഇതിൽ മക്കളും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നൽകുന്ന വിശദീകരണം, ഈ സമാധിയായി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന പൂജാ ചടങ്ങുകൾ നാട്ടുകാർ കാണാൻ പാടില്ല, മറ്റാളുകൾ കാണാൻ പാടില്ല. അവിടെ മറ്റൊരു പൂജാരി എത്തുകയും അങ്ങനെ പൂജാ ചടങ്ങുകൾ നടക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇങ്ങനെ ഈ സ്ലാബിട്ട് മൂടുന്നത്. പിന്നീട് അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണ് പോസ്റ്റർ പതിച്ചത്. പ്രദേശത്ത് ഇദ്ദേഹം സമാധിയായി എന്ന നിലയിൽ പോസ്റ്റർ പതിച്ചതും ഇതോടുകൂടി നാട്ടുകാർക്ക് സംശയമാവുകയും അവർ അത് പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. നെയ്യാറ്റിൻകര പോലീസാണ് ഇപ്പോൾ ഈ സംഭവത്തിൽ അന്വേഷണം നടത്തുന്നത്. നമ്മൾ പോലീസുമായി ബന്ധപ്പെടുമ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം, ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. സ്ലാബ് തുറന്ന് പരിശോധന നടത്തണമെന്ന കാര്യമാണ് ഇതിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ജില്ലാ കളക്ടർ മറുപടി അതിനുള്ള അനുമതി നൽകുന്ന മുറയ്ക്ക് ഇത് തുറന്നുള്ള പരിശോധന നടത്തും. മൂത്ത മകൻ സനന്ദൻ ഉണ്ടായിരുന്നു ഈ സമാധി ആക്കുന്ന സമയത്ത്. അങ്ങനെ സ്ലാബിട്ട് മൂടുന്ന സമയത്ത് മൂത്ത മകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറ്റൊരു മകനുണ്ട്, രാജസേനൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് ഈ മറ്റ് പൂജാ ചടങ്ങുകൾ, സമാധിക്ക് ശേഷമുള്ള പൂജാ ചടങ്ങുകൾ പുറത്തുള്ള ആളുകൾ കാണാൻ പാടില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിച്ചതെന്നാണ്. പക്ഷേ ഈ മരണത്തിൽ നാട്ടുകാർ ദുരൂഹത ഉന്നയിക്കുന്നുണ്ട്. സൈത്ത് വിനോദ്, ഈ സംഭവത്തിൽ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. കേട്ടുകേൾവിയില്ല, മുമ്പെങ്കും പരിചയമില്ലാത്ത സംഭവങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത് നാട്ടുകാരുടെ സംശയമാണോ ഇത്തരത്തിലേക്ക് പോലീസിന്റെ ഇടപെടൽ അവിടെ ഉണ്ടാക്കുന്നതിന് ഇടവച്ചിരുന്നത്? എന്താണ് അതിലേക്ക് വഴിവെച്ച കാരണം? ഈ പോസ്റ്റർ പതിച്ചതോടുകൂടിയാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചു എന്ന കാര്യം പ്രദേശവാസികൾ മനസ്സിലാക്കുന്നത്. പക്ഷേ പ്രദേശവാസികൾ പ്രധാനമായും പറയുന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ കണ്ടിരുന്നുവെന്നാണ്. പെട്ടെന്ന് ഒരു മരണം എന്നതിൽ അസ്വാഭാവികത തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ അന്വേഷണം വേണമെന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിക്കുന്നത്. ഇവർ ഇക്കാര്യം ഉന്നയിച്ച് പോലീസിനെ സമീപിക്കുകയും ചെയ്തു. പോലീസ് സ്ഥലത്തെത്തി. ഇപ്പോൾ ഈ സമാധി സ്ഥലത്ത് പോലീസിന്റെ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ കളക്ടറുടെ ഉത്തരവ് ലഭിക്കേണ്ടതുണ്ട്. ഇത് സ്ലാബ് മാറ്റി മൃതദേഹം പുറത്തെടുത്ത് മറ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നതിന് ജില്ലാ കളക്ടറുടെ ഉത്തരവ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി പോലീസ് കാക്കുകയാണ്. പക്ഷേ ഈ സമാധിയുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങൾ നൽകുന്ന വിശദീകരണത്തിലും അസ്വാഭാവികത നാട്ടുകാർ കാണുന്നു. മരണത്തിന് ശേഷം നടക്കുന്ന പൂജാ ചടങ്ങുകൾ മറ്റുള്ളവർ കാണാൻ പാടില്ല, അതുകൊണ്ടാണ് മരണവിവരം നാട്ടുകാരെ അറിയിക്കാതിരുന്നത് എന്നൊരു വിശദീകരണമാണ് അദ്ദേഹത്തിൻ്റെ മക്കളും കുടുംബാംഗങ്ങളും നൽകുന്നത്. അവിടെ മറ്റൊരു പൂജാരി എത്തി ഇത്തരം പൂജാ ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ സംശയമുണ്ടാക്കുന്ന കാര്യമാണ്. നെയ്യാറ്റിൻകരയിലാണ് ഈ സംഭവം. നെയ്യാറ്റിൻകര അതിയന്നൂർ കാവുവിളാകം ശ്രീ കൈലാസ മഹാദേവ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു ഈ 78-കാരനായ ഗോപൻ സ്വാമി. അദ്ദേഹത്തിൻ്റെ മരണത്തിലാണ് വലിയ ദുരൂഹത നിലനിൽക്കുന്നത്. ഇത് സംബന്ധിച്ച് നാട്ടുകാർ പല സംശയങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സൈത്ത് വിനോദിലേക്ക് വരാം. ഇപ്പോൾ ഈ ഗോപൻ സ്വാമിയുടെ മകന്റെ പ്രതികരണം, ഒപ്പം അയൽവാസിയുടെ പ്രതികരണവും ലഭ്യമാവുന്നു. ആ പ്രതികരണം ഒന്ന് വേഗത്തിൽ. സ്ത്രീകൾ പോലും വരാൻ പാടില്ല, സമാധി ചെയ്യുന്ന സമയത്ത് ആരും കാണാൻ പാടില്ല.
അപ്പോൾ ആരും കാണാൻ പാടില്ലാത്തതുകൊണ്ട് അച്ഛൻ തന്നെ നേരത്തെ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ആരെയും കാണിക്കരുത്, ഇന്ന രീതിയിൽ എനിക്ക് സമാധി കർമ്മങ്ങൾ ചെയ്യണം, സുഗന്ധദ്രവ്യങ്ങൾ ഭസ്മവും കർപ്പൂരം ഇട്ട് ഇന്ന രീതിയിൽ എന്നെ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്ത് വേണം ഓരോന്ന് ചെയ്യാനെന്ന് പറഞ്ഞ് സമാധി ചടങ്ങുകൾ മൊത്തം എനിക്ക് പറഞ്ഞു തന്നെ അച്ഛൻ. സഹസ്രതള പത്മം എന്ന് പറയുന്ന അതിൽ പ്രാണായാമം ചെയ്താണ് അച്ഛൻ സമാധി ബ്രഹ്മത്തിലേക്ക് ലയിച്ചത്. ആ സമയം ഭയങ്കര ചൈതന്യം വരുന്നു, ആ ശരീരം തേജസ്സും ഊർജ്ജസ്വലനായിട്ടാണ് അച്ഛൻ അവിടെ ഇരുന്ന് സമാധിയായത്. അങ്ങനെ ഇപ്പൊ ഈ വീട്ടിലേക്ക് തിരക്കിയപ്പോൾ ഗോപൻ സ്വാമി മരണപ്പെട്ടു എന്നല്ല, സമാധി ഇരുത്തി എന്നാണ് മക്കൾ പറയാൻ സാധിച്ചത്. അപ്പൊ തൊട്ടടുത്തുള്ള അയൽവക്കത്തുള്ള ആരും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു മരണം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അച്ഛൻ മുമ്പേ തന്നെ ഞങ്ങളടുത്ത് ആവശ്യപ്പെട്ടു, ഞാൻ സമാധി ഇരിക്കുകയാണ്, എന്നെ സമാധി ഇരുത്താനുള്ള സ്ഥലമൊക്കെ അച്ഛൻ കാണിച്ചു കൊടുത്തുകൊണ്ട് രാവിലെ 10:30 മണിയോടുകൂടി ഞാൻ മരണത്തിലേക്ക് കടക്കുകയാണ്, എന്നെ അടിയന്തരമായി സമാധി ഇരുത്തണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛനെ കോവിൽ കയറി തൊഴുത് അച്ഛൻ അവിടെ പോയി ഇരുന്നതിന് ശേഷമാണ് അച്ഛൻ മരണപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. വിനോദ്, നമ്മൾ കേട്ടത് അദ്ദേഹത്തിന്റെ ഗോപൻ സ്വാമിയുടെ മകന്റെയും ഒപ്പം ഒരു അയൽവാസിയുടെയും പ്രതികരണമാണ്. മകൻ പറയുന്ന കാര്യങ്ങൾ അത്ര വിശ്വസനീയമാണോ എന്ന കാര്യം സംശയമുണ്ട്. അദ്ദേഹം മറ്റൊരു തലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ പുരോഗമന കാലത്ത് ഇത്തരം വാദങ്ങളും ഒരു സ്വാഭാവികമായും ഒരു വ്യക്തി വീട്ടിൽ വെച്ച് മരണപ്പെട്ടാൽ പോലും ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതൊന്നും അവർ പാലിച്ചിട്ടില്ല എന്ന സ്വാഭാവികമായൊരു വീഴ്ച കൂടി അവിടെ സംഭവിച്ചിട്ടില്ലേ വിനോദ്? തീർച്ചയായിട്ടും നിയമപരമായി നോക്കുമ്പോൾ ശരിയായ കാര്യങ്ങളല്ല നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം നാട്ടുകാർ ആവശ്യപ്പെടുന്നതും അക്കാര്യത്തിൽ വ്യക്തത തേടുന്നതും. മരണം സ്വാഭാവികമായിരുന്നോ അല്ലയോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്, അതിൽ പോസ്റ്റ്മോർട്ടം നടക്കേണ്ടതുണ്ട്. നാട്ടുകാർ പൊതുവിൽ ഇങ്ങനെ ഒരു സംശയം പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അതുതന്നെയാണ് പോലീസ് ചെയ്യുന്നതും. കളക്ടറുടെ അനുമതിക്ക് ഈ സ്ലാബ് തുറന്ന് മൃതദേഹം പുറത്തെടുക്കുന്നതിന് കളക്ടറുടെ അനുമതി തേടിയിട്ടുണ്ട്. അത് കിട്ടുന്ന മുറയ്ക്ക് മൃതദേഹം പുറത്തെടുക്കുകയും മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും. നാട്ടുകാർ ഇതിൽ വലിയ ദുരൂഹത പറയുന്നുണ്ട്. കാരണം തൊട്ടടുത്ത വീട്ടുകാർ പോലും ഇത് അറിയുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ നമുക്കറിയാം, സൈത്ത് പ്രധാനപ്പെട്ട സന്യാസിമാരൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരെ സമാധിയായി പിന്നെ ഇരുത്താറുണ്ട്. സമാധിയിൽ ഇരുന്ന് മരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ അങ്ങനെയുള്ള ചരിത്രമൊന്നും ഈ സമീപകാലത്തൊന്നും കേട്ടിട്ടില്ല. ഏതായിരുന്നാലും അങ്ങനെ വൃദ്ധരായി അല്ലെങ്കിൽ രോഗബാധിതരായി മരണപ്പെട്ടു പോയാൽ അവരെ സമാധി ഇരുത്തുന്ന രൂപത്തിൽ അവരെ ഇരുത്തുന്ന ആ ഒരു രീതിയുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് മറ്റാരും കാണാൻ പാടില്ല എന്ന ഏതെങ്കിലും ഒരു വശമുണ്ടോ എന്നുള്ളത് അറിയില്ല. കാരണം സമാധിയൊക്കെ ഇരുത്തുന്ന സമയത്ത് അതെല്ലാം തന്നെ ആളുകൾ കാണുന്നതും അവരുടെ ഭക്തർ അവിടെ എത്തുന്നതും അന്ത്യോപചാരം അർപ്പിക്കുന്നതുമായ രീതികളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഇപ്പോൾ ആരെയും കാണിക്കാൻ പാടില്ല. സമാധി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ സ്ലാബിട്ട് മൂടുന്ന സമയത്ത് മറ്റാരും കാണാൻ പാടില്ല, അവിടെ നടക്കുന്ന പൂജകൾ മറ്റാരും കാണാൻ പാടില്ല എന്ന കാര്യമൊക്കെയാണ് മക്കൾ പറയുന്നത്. അത് എത്ര കണ്ട് ശരിയുണ്ട് എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധനയിൽ തെളിയേണ്ട കാര്യമാണ്. പോലീസ് ഏതായിരുന്നാലും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. കളക്ടറുടെ ഉത്തരവ് വരേണ്ടതുണ്ട്. അതിനുശേഷം ഉറപ്പായും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കും. യെസ്, അതാണ് കാര്യം. ഇനി മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ ഇതിൽ മറ്റ് അസ്വാഭാവികതകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. അതല്ല വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇവർ ചെയ്തതാണോ, പക്ഷേ അവിടെ പിഴവുകൾ പറ്റിയിട്ടുണ്ടാവാം. അക്കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുകയാണ്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഗോപൻ സ്വാമി സമാധിയായി എന്ന് പോസ്റ്റർ നാട്ടുകാർ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കൾ തന്നെയാണ് പതിച്ചത്. അതാണ് സ്വാഭാവികമായി നാട്ടുകാർ പിന്നീട് അദ്ദേഹം മരിച്ചു എന്ന കാര്യം അറിയുകയും അത്തരത്തിലേക്ക് സംശയങ്ങൾ പോവുകയും ചെയ്തത്. മുമ്പ് കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ പിതാവിനെ സമാധിയിരുത്തി മക്കൾ എന്ന തരത്തിലേക്കാണ് വാർത്ത കാര്യങ്ങൾ വരുന്നത്. വീടിന് സമീപം പ്രത്യേക രീതി ഒരുക്കി അവിടെ സ്ലാബിട്ട് പിതാവിനെ സമാധിയിരുത്തി എന്നതാണ് മക്കൾ വിശദീകരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണുന്ന ഇടത്താണ് അച്ഛനെ മക്കൾ കുഴിച്ചിട്ടത്.